ഹലോ കാശി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള റുമാലി റൊട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ കറിയുടെയും പനീർ കറിയുടെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണിത്. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ റുമാലി റൊട്ടി ഉണ്ടാക്കാൻ നമുക്ക് മൈദയാണ് ആവശ്യമുള്ളത്. അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. റുമാൽ റൊട്ടിയുടെ മാവ് കുഴയ്ക്കുമ്പോൾ നമ്മളതിലേക്ക് പാലൊഴിച്ചിട്ടാണ് കുഴയ്ക്കുന്നത്. ഇതുപോലെ കുറച്ച് പാലൊഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കത്തില്ലേ, ആ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. അപ്പം ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അടച്ചിട്ട് ഒരു 2 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. ആ സമയം കൊണ്ട് മാവ് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടും. 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഈ മാവ് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ബോൾസ് ആക്കി എടുക്കണം. ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കി എടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരു ബോൾസിൻ്റെ വലുപ്പത്തിലാണ് ഞാൻ എടുക്കുന്നത്. പക്ഷേ ചപ്പാത്തിക്ക് പരത്തുന്നതിനൊക്കെയും കുറച്ചും കൂടെ തിന്നായിട്ട് വേണം, വളരെ തിന്നായിട്ട് വേണം നമുക്ക് ഈ റുമാൽ റൊട്ടിക്ക് പരത്തിയെടുക്കാൻ. അപ്പോൾ ഞാൻ അതെല്ലാം ഓരോ ബോൾസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ഓരോ ബോൾസും മാവിൽ മുക്കിയിട്ട് വേണം പരത്തിയെടുക്കാൻ. പരത്തുമ്പം വളരെ തിന്നായിട്ട് വേണം ഈ റുമാലി റൊട്ടിയുടെ മാവ് പരത്തിയെടുക്കാൻ. അപ്പം ഞാനൊരു ബോൾ എടുത്തു, അത് മാവിലൊന്ന് മുക്കി ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഇതുപോലെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വേണം പരത്തിയെടുക്കാൻ. ഇനി ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കടായി ഉണ്ടെങ്കിൽ അതാണേലും എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഈ പാത്രം ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കാം. ഇങ്ങനെ പാത്രം വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ 2 സൈഡൊന്ന് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. ഇല്ലെങ്കിൽ ഗ്യാസ് കെട്ടുപോകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ 2 സൈഡൊന്ന് പൊക്കി വെക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലിട്ടാണ് നമ്മൾ റൊട്ടി ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഈ പാത്രം ഒന്ന് നന്നായി ചൂടായതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് റൊട്ടി ഇട്ട് കൊടുക്കാം. അതിന് മുന്നായിട്ട് നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് വെള്ളം തളിക്കണം. റൊട്ടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അടിക്കൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പ് വെള്ളം ഒന്ന് തളിച്ചെടുക്കുന്നത്. ഞാനിവിടെ 1 സ്പൂൺ ഉപ്പ് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഇങ്ങനെ ഒന്ന് തളിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് റൊട്ടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു തുണി കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ചെറിയ ബബിൾസ് വരുമ്പോൾ തന്നെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ റൊട്ടി ഭയങ്കര കട്ടിയായി പോകാൻ സാധ്യതയുണ്ട്. ഇനി മറ്റേ സൈഡ് മൂത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം ആദ്യത്തെ റൊട്ടി ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവ് നമുക്ക് പരത്തി ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ റുമാൽ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്